ഹായ് ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു പോയി. ഞാൻ ഓറഞ്ചിനെ കുറിച്ചുള്ള ഓറഞ്ചിൻ്റെ ഒരു ടോണിക്ക് ആണ്. ഇങ്ങനെ സ്കിൻ ടോണിക്ക്, അതായത് ഓറഞ്ചിൻ്റെ നീരെടുത്ത് അതിനെ സ്കിൻ ടോണിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച ശേഷം അത് മാസ്കായിട്ട് യൂസ് ചെയ്യാം. ഇത് വെയിലത്തുണക്കി മാസ്കായിട്ട്, ഫേസ് മാസ്കായിട്ട് ഉപയോഗിക്കും. ഇത് ത്വക്കിന് വളരെ നല്ലതാണ്. ഇനി ചന്ദനത്തിൻ്റെ ഗുണം എന്താണെന്ന് നോക്കാം. ചന്ദനത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനൊരു ശക്തമായ ആൻറ്റിസെപ്റ്റിക് ഇഫക്റ്റ് ഉണ്ട്. ഇത് നമുക്ക് എല്ലാ സൺസ്ക്രീൻ ലോഷനുകളിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചർമ്മത്തിനെ മൃദുവാക്കുന്നു, അതാണ് ചന്ദനത്തിൻ്റെ ഗുണം. ഇനി ടൊമാറ്റോ നമുക്ക് വീട്ടിൽ തന്നെ ചെറുതായി അസിഡിക്കാണ്, അപ്പോൾ അത് നമുക്ക് സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ടൊമാറ്റോ. പിന്നെ തൈര് നമുക്ക് യൂസ് ചെയ്യാം. നല്ല ഒരു തൈരെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മുഖത്ത് ചർമ്മത്തിന് ഏറ്റവും നല്ല എൻസൈമുകൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് തൈര്. ഇതൊരു ശക്തിയേറിയ പ്രകൃതിയിൽ നിന്നുള്ള ഒരു ചർമ്മ സംരക്ഷണ ഉപാധിയാണ്. കാരണം എന്ന് വെച്ചാൽ ചർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ സ്കിൻ ടോണിക്കുകളിലെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സ്കിൻ ടോണിക്കായിട്ട് ഉപയോഗിക്കാം. ഇത് ചർമ്മത്തിൽ വെറുതെ ഇടാം, അങ്ങനെ എല്ലാത്തിനുമുള്ള എണ്ണമയമുള്ള ചർമ്മത്തിന് ഇതൊരു വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് സഹായിക്കുന്നു. പിന്നെ മുഖത്ത് ഇട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ തൈര് കൊണ്ട് നല്ല ഒരു മാസ്കായിട്ട് ഇട്ട ശേഷം 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക, അങ്ങനെ തൈര് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാം തൈര് നല്ലൊരു ഘടകമാണ്. അതുപോലെ തന്നെ മുന്തിരി ഒരു ബ്ലീച്ച് പോലെയാണ്. കാരണം അത് നമുക്ക് മുന്തിരി യൂസ് ചെയ്യുന്നത് നമുക്ക് ചർമ്മത്തിനെ പൊടിയുന്നും അഴുക്കുന്നെല്ലാം സംരക്ഷിക്കുന്ന നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റുള്ള സംഭവമാണ്. അപ്പോൾ ഇത്രയാണെന്ന് പറയാൻ വന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, വേറൊരു കാര്യം പറഞ്ഞു, അത് ഞാൻ പറയാം. അതിന് മുന്നേ നമുക്ക് വെളുത്തുള്ളി കൊണ്ട് നമുക്ക് ഉള്ള ഉപയോഗം പറയാം. വെളുത്തുള്ളി കൊണ്ട് നമുക്ക് കുറച്ച് ആരോഗ്യം, വെളുത്തുള്ളി കൊണ്ടുള്ള ഉപയോഗം പറയാം. അതായത് വെളുത്തുള്ളി നല്ല ഔഷധ ഗുണമുള്ളതാണ്. പല്ല് വേദനയ്ക്ക് വെളുത്തുള്ളിയുടെ ഒരു കഷ്ണം എടുത്ത് പല്ലിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പല്ല് വേദന കുറച്ച് കഴിയുമ്പോഴത് കടിച്ച് പിടിക്കുക, അപ്പോഴേ കുറച്ച് കഴിയുമ്പോൾ ശമിക്കുന്നതാണ്. അല്ലാതെ പാലിൽ നമ്മൾ 1-2 ചീര് വെളുത്തുള്ളി ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ, അതായത് അരച്ച് കുഴമ്പാക്കി പാലിൽ മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ അത് നല്ല എഫക്റ്റാണ്. കാരണം നമ്മൾ വയറിന് നല്ലതാണ്. മുഖത്ത് കുറച്ചുകൂടി സൗന്ദര്യം വരാനായിട്ട് നല്ലൊരു ടിപ്സാണത്. മുഖത്ത് കുറച്ചുകൂടെ ഭംഗി തോന്നിക്കാനായിട്ട് നല്ലതാണ്. വയറിൻ്റെ അസ്വസ്ഥതയ്ക്കെല്ലാം നല്ലതാണ്. അപ്പോൾ വെളുത്തുള്ളി കൊണ്ടുള്ള ഉപയോഗം അതാണ്. പിന്നെ തൊണ്ടയിൽ ടോൺസിലൈറ്റിസ് വരുന്നവർക്ക് അരച്ച് ചുട്ട്